പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഹാർഡി ബോയ്സ് ഡബ്ല്യുഡബ്ല്യുയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ചില അപ്ഡേറ്റുകളാണ്. മാറ്റ് ഹാർഡിയും ജെഫ് ഹാർഡിയും സമ്മർ സ്ലാം നടക്കുന്ന ആ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നും ഡബ്ല്യുഡബ്ല്യു ഒഫീഷ്യൽസുമായിട്ട് ചെറിയൊരു മീറ്റിംഗ് ഇവർ നടത്തിയെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിന് പിറകിലുള്ള കാരണം രണ്ടാണ്. അതിൽ ഒന്നാമത്തേത് ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിന് വേണ്ടി അവർ ആ മീറ്റിംഗ് നടത്തി. എന്തൊക്കെയാണ് അവർ ആ ഒരു ഡോക്യുമെൻ്ററിയിൽ ചെയ്യേണ്ടത്? അതായത് ഡബ്ല്യുഡബ്ല്യു കോൺട്രാക്റ്റ് ഇല്ലാത്ത റെസ്ലേഴ്സാണ് ഹാർഡി ബോയ്സ്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ്. രണ്ടാമത്തേത് തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ആ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. നിലവിൽ TNA റെസ്ലിംഗിൽ ഈ ജെഫ് ഹാർഡിയും മാറ്റ് ഹാർഡിയും ആക്റ്റീവ് ആണെങ്കിൽ പോലും TNA റെസ്ലിംഗുമായി ഔദ്യോഗിക കോൺട്രാക്റ്റ് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അവർ കോൺട്രാക്റ്റ് ഇല്ലാതെയാണ് TNAയുമായി പ്രവർത്തിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡബ്ല്യുഡബ്ല്യുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ നിലവിൽ എല്ലാവിധ സാധ്യതയും ഉണ്ട്. ജെഫ് ഹാർഡി ഇക്കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത് താൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഈ ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇൻഡക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ ഇൻഡക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡി ബോയ്സ് എന്ന ടീമിലൂടെ മാത്രം ആയിരിക്കണമെന്നത് ജെഫ് ഹാർഡി പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ ഹാർഡി ബോയ്സിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് വൈകാതെ ഡബ്ല്യുഡബ്ല്യുയിൽ പ്രതീക്ഷിക്കാം. അതൊരു സർപ്രൈസ് റിട്ടേൺ തന്നെയായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ ജോൺ സിന 2025 കൂടി റെസ്ലിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജോൺ സിനയുടെ എതിരാളി ആരായിരിക്കും? ഈ റിട്ടയർമെൻറ്റ് ടൂറിലൊക്കെ നമുക്ക് ഏത് തരത്തിലുള്ള സ്റ്റോറി ആയിരിക്കും ജോൺ സിനയുടേതായി കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ചകൾ വലിയ ഒരു ആക്റ്റീവായി തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. നിലവിലൊരു റൂമർ നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ജോൺസണയുടെ മെയിൻ സ്റ്റോറി ലൈനിലെ റൈവൽറി ഉണ്ടായിരിക്കുക നിലവിലെ നമ്പർ 1 കണ്ടൻഡറായ ഗിന്തർ എന്ന റെസ്ലറിനെതിരെ ആയിരിക്കുമെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഗിന്തർ ആ ഒരു സമയത്ത് വേൾഡ് ചാമ്പ്യൻ ആണെങ്കിൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ആയിരിക്കും ജോൺസണ ചെയ്യുക എന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വേൾഡ് ടൈറ്റിൽ സ്റ്റോറിയാണ് ജോൺസണയുടെ റിട്ടയർമെൻറ്റിനോട് അനുബന്ധിച്ച് സീന ചെയ്യുന്നത് എന്നാണെങ്കിൽ ജോൺസിന 17ാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻ ആകുമോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആ ഒരു സ്റ്റോറിക്ക് പിറകിലുണ്ടാകും. അപ്പോൾ കൂടുതൽ ശ്രദ്ധ ആ ഒരു സ്റ്റോറിക്ക് കിട്ടും. കൂടുതൽ ശ്രദ്ധ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ടൂറിന് കിട്ടും. ഈ ജോൺസണയുടെ എതിരാളിയായി വരുമ്പോൾ ഗിന്തറിന് നിലവിൽ ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു മെയിൻ സ്ട്രീം അറ്റൻഷനും അതിലൂടെ കിട്ടും. അപ്പോൾ എന്തുകൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ്റെ ഒരു പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോൺസണ വേഴ്സസ് ഗിന്തർ തമ്മിലുള്ള മത്സരം നടന്നാൽ ഗിന്തർ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലൂടെ ഗിന്തർ എന്ന് പറയുന്ന റെസ്ലറിന് കിട്ടുന്ന ഒരു മൈലേജ് ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജോൺസണയുടെ അവസാന എതിരാളിയായി ഗുന്തർ വരും എന്നുള്ള ഈ ഒരു പ്ലാൻ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചാണ്. സമ്മർ സ്ലാം 2024 റോമൻ റീൻസ് തിരികെ വരില്ലേ എന്നുള്ളത് ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് സമ്മർ സ്ലാം 2024 ബാക്കിയുള്ളത്. മെയിൻ ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന ബ്ലഡ് ലൈൻ റൂൾസ് മത്സരത്തിൽ കോഡി റോഡ്സ് ടൈറ്റിൽ സോളോ സിക്കോവ എന്ന ഇപ്പോഴത്തെ ബ്ലഡ് ലൈൻ്റെ ട്രൈബൽ ചീഫിനെതിരെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. റസൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി ട്വീറ്റ് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ ഒറിജിനൽ ട്രൈബൽ ചീഫ് വന്ന് സോളോ സിക്കോവ താൻ ഇപ്പോൾ ട്രൈബൽ ചീഫാണെന്ന് പറയുന്നതിനുള്ള ഒരു മറുപടി കൊടുക്കുമെന്നാണ് അവർ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം റോമൻ റീൻസിൻ്റെ റിട്ടേൺ നമുക്ക് ഉണ്ടായിരിക്കും. സോളോയ്ക്കുള്ള ഒരു മറുപടിയും റോമൻ്റേതായി നമുക്ക് ഈ സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുമെന്നാണ് റസൽ വോട്സ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. റസൽ വോട്സ് ട്വീറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ റീൻസിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിൻ്റെ എൻഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്ലഡ് ലൈൻ റൂൾസ് ആയതുകൊണ്ട് തന്നെ കുറേയധികം ട്വിസ്റ്റ് ടേൺ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനം റോമൻ റീൻസിൻ്റെ ആ ഒരു റിട്ടേണോട് കൂടിയിട്ടായിരിക്കും സമ്മർ സ്ലാം അവസാനിക്കുക. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.